ഹായ് ഓൾ. അപ്പോൾ ഇന്ന് മാർച്ച് 22. അപ്പോൾ മാർച്ച് 22-ന് ഞാനൊരു ട്രേഡ് എൻട്രി ആയപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആണിത്. 15 മിനിറ്റിലാണ് എൻട്രി. NST ജപ്പാനീസ് യെന്നിലാണ് ഞാൻ ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പിവറ്റ് പോയിൻറ്റിൻ്റെ സ്ട്രാറ്റജിയാണ്. പിവറ്റ് പോയിൻറ്റ് ലെവൽസ് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ഡെയിലി വർക്ക് ചെയ്യുന്ന ലെവൽസാണ്. 15 മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഈ ലെവലുകൾ എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളാണ്. ഈ ഒരു ലെവലുകളിൽ റിയാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആദ്യം ഒരു ബയ്യർ എൻട്രി ആവാൻ നോക്കി, അത് ഫെയിലായി താഴത്തേക്ക് വന്നു. അതിനുശേഷം ഒരു സെല്ലർ സ്ട്രോങ് ആയിട്ട് എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രേക്കൗട്ടിലാണ് ഞാൻ ഒരു സെൽ എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെൽ എൻട്രിയുടെ ടാർഗറ്റ് എവിടെ വയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഏതാണോ പോയിന്റ് ഏതാണോ അവിടെയാണ് വയ്ക്കുക. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി എടുക്കാൻ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു പിവറ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞുമ്പോൾ മാത്രം. അതുപോലെ തന്നെ അതിൻ്റെ ടാർഗറ്റ് വരുന്നത് അടുത്ത പിവറ്റ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പോൾ 2.5 to 3 hour വരെയൊക്കെ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതന്നെ നമുക്ക് 1 hourലേക്ക് മാറ്റുമ്പോൾ, ടൈം ഫ്രെയിമിൽ മാറ്റുമ്പോൾ ഈ പിവറ്റ് ലെവൽ ഒരു വീക്ക്ലി ബേസിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് കാണാം പിവറ്റ് ലെവലിൽ ഒരു ബയ്യിങ് വന്നിട്ടുണ്ട്. അതിനുശേഷം ആ ബയ്യിങ് ഫെയിലായി, അവിടുത്തെ സപ്പോർട്ട് എടുക്കാൻ പറ്റാതെ മാർക്കറ്റ് താഴത്തേക്ക് തന്നെ വീണ്ടും ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 hourലും നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു എൻട്രി അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് നോക്കുമ്പോൾ ഏകദേശം സെയിം ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ട്രേഡ് എടുക്കുന്നതിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നല്ലൊരു അക്യുറേസി ഉള്ള ട്രേഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 15 മിനിറ്റിലാണ് നമ്മുടെ എൻട്രി, 1 hourലല്ല. 1 hourൽ നമ്മൾ അനലൈസ് കൂടി ചെയ്യുകയാണ്, കാരണം ഏതെങ്കിലും രീതിയിലുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടോ. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ആ ട്രേഡ് നല്ല രീതിയിൽ തന്നെ റണ്ണായി, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് പിവറ്റ് പോയിന്റ് ലെവലാണ് അതിലത്തെ ടാർഗറ്റ് വെക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രാഡേ ട്രേഡ് ആയതുകൊണ്ട് തന്നെ 2 ട്രേഡിംഗ് സെക്ഷനിൽ കൂടുതൽ വെക്കുന്നത് നല്ലതല്ല. പിന്നെ ഇതൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മാക്സിമം എത്രയും പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുക എന്നുള്ളൊരു ഇതായിരുന്നു. ട്രേഡ് ചെയ്ത് മാർക്കറ്റ് കൊണ്ടുവന്നു ഓൾമോസ്റ്റ് 2.6 ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മാർക്കറ്റിന് എക്സിറ്റ് ആയി. അപ്പോൾ നമുക്ക് കാണാം, അവിടുന്ന് സപ്പോർട്ട് എടുക്കാൻ നോക്കി, അത് ഫുള്ളായിട്ട് ഫെയിലായി. താഴത്തോട്ട് ബ്രേക്കൗട്ട് വന്നപ്പോഴുള്ളതാണ് കറക്റ്റ് ഒരു എൻട്രി. അതിനുശേഷം മാർക്കറ്റ് കറക്റ്റ് നെക്സ്റ്റ് പിവറ്റ് ലെവലിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ആയി. ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് ഈ വീഡിയോ ബാക്കി എടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഒരു പിവറ്റ് ലെവലിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു എൻട്രി സെറ്റപ്പ്. ഓക്കെ, താങ്ക് യു.